നമസ്കാരം. മനുഷ്യൻ അവൻ്റെ ടെൻഷൻ ഒഴിവാക്കുവാൻ വേണ്ടി നിരവധി ഹോബികളിൽ ഏർപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ജം കളക്ഷൻ, ഗാർഡനിങ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹോബികൾ. അതിൽ ലോകത്ത് ഒരുപാട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഹോബിയാണ് സ്റ്റാമ്പ് കളക്ഷൻ. ഇന്ന് ലോകത്ത് സ്റ്റാമ്പ് കളക്ഷനെ ഒരു ഡിസിപ്ലിനായിട്ടാണ് കണക്കാക്കുക. അതിൻ്റെ പേര് ഫിലാറ്റലി എന്നാണ്. ഫിലാറ്റലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക, അതിൽ നിന്ന് വിജ്ഞാനം നേടുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ കാര്യമാണ്. കാരണം പല കാരണങ്ങളാണ്. എത്ര ധനവാനായാലും ശരി, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകൾ എപ്പോൾ ഇറങ്ങുന്നുവെന്നും അത് എപ്പോൾ ലഭിക്കുമെന്നും എവിടെ ലഭിക്കുമെന്നും മനസ്സിലാക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്. അതിനാൽ എത്ര വലിയ ഫിലാറ്റലിസ്റ്റ് ആയാലും, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫിലാറ്റലിസ്റ്റ് ആയാലും, അവർ ഒരു ചെറിയ ഏരിയയിൽ നിന്നുകൊണ്ട് മാത്രമാണ് സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. ഒന്നെങ്കിൽ 1-2 രാജ്യങ്ങളുടെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചില സബ്ജക്റ്റ് ബേസായിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള ഫിലാറ്റലിസ്റ്റുകൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. അല്ല ലോകത്തിറങ്ങുന്ന എല്ലാ സ്റ്റാമ്പുകളും കളക്ട് ചെയ്യാം എന്ന് ആരും വിചാരിക്കുന്നില്ല. ഞാനിവിടെ ഫിലാറ്റലിയുടെ ചരിത്രം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഒരു ബിഗിനർ ആയ ഒരു വ്യക്തി, ആദ്യമായിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം സ്റ്റാമ്പ് കളക്ട് ചെയ്യേണ്ടത്, ഏത് ലെവലിലായിരിക്കണം അതിനെ സംരക്ഷിക്കേണ്ടത്, അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ബോബൻ ജെ.ഇ. ഞാനൊരു ഫിലാറ്റലിസ്റ്റാണ്. അതിലുപരി സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട് ചില ഡിസൈനുകൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാനൊരു അധ്യാപകനാണ്. തിരുവനന്തപുരം സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കോമേഴ്സ് വിഭാഗം അധ്യാപകനാണ്. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവർ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് സ്റ്റാമ്പ് സൂക്ഷിക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനും ആവശ്യമായ ചില മെറ്റീരിയൽസ്, അതിനെ ആക്സസറീസ് എന്ന് പറയും. അതിൽ അടിസ്ഥാനപരമായ ചില ആക്സസറീസാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായ ഒരു ആക്സസറീസാണ് സ്റ്റാമ്പ് ആൽബം എന്ന് പരക്കെ പറയപ്പെടുന്ന, എന്നാൽ ഫിലാറ്റലിസ്റ്റുകൾ വിളിക്കുന്ന സ്റ്റോക്ക് ബുക്ക് എന്ന് പറയുന്ന ഒന്നാണ്. അതിൽ നമ്മൾ സ്റ്റാമ്പ് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് എങ്ങനെ സ്റ്റാമ്പ് നമ്മൾ എടുക്കുമെന്ന് പറയും. അവിടെ ലഭിക്കുന്ന സ്റ്റാമ്പ് നമ്മൾ അതിലാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ആ സ്റ്റോക്ക് ബുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് സ്റ്റോക്ക് ബുക്ക് എന്ന് പറയപ്പെടുന്നത്. ഈ സ്റ്റോക്ക് ബുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ സ്റ്റോക്ക് ബുക്കാണ്. ഇത് പ്രൈവറ്റായിട്ട് നമുക്ക് ഇതുപോലത്തെ ബുക്കുകൾ, ഇതുപോലെയല്ല, ഇത് കണക്കത്തെ വേറെ പുസ്തകങ്ങൾ കടകളിൽ ലഭിക്കുന്നതാണ്. ഈ സ്റ്റോക്ക് ബുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ സ്റ്റോക്ക് ബുക്കിൻ്റെ ഓരോ ലീഫും ഇത്തിരി കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പോലത്തെ സാധനമാണ്. അതിനോരോ റാക്കുകളുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഈ റാക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റാമ്പ് വയ്ക്കുന്നത്. ഈ സ്റ്റാമ്പ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു ഐറ്റം കൂടി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഇതിനെയാണ് ട്യൂസർ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സ്റ്റാമ്പ് കൈകൊണ്ട് എടുക്കരുത്. ഇതുപയോഗിച്ച് മാത്രമേ സ്റ്റാമ്പ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ കൈകൊണ്ട് സ്റ്റാമ്പ് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റാമ്പ് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കൈകൊണ്ടെടുക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സ്റ്റാമ്പിൽ പതിയുകയും കാലക്രമേണ ആ ഫിംഗർ പ്രിൻ്റ് പതിഞ്ഞ സ്ഥലം അവിടെ മഞ്ഞ നിറം വന്ന് സ്റ്റാമ്പ് ചീത്തയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് എപ്പോഴും സ്റ്റാമ്പ് ട്യൂസർ ഉപയോഗിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നല്ല ഫിലാറ്റലിസ്റ്റുകൾ ഒരിക്കലും കൈകൊണ്ട് സ്റ്റാമ്പ് എടുക്കാറില്ല. എങ്ങനെയാണ് ട്യൂസേഴ്സ് ഉപയോഗിച്ച് സ്റ്റാമ്പ് ബുക്കിൽ
സ്റ്റാമ്പ് വെക്കുന്നത് നോക്കിക്കൊള്ളുക. ആദ്യം നമ്മൾ സ്റ്റാമ്പിനെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഒരു പ്ലാസ്റ്റിക് കവറിടുന്ന സ്റ്റാമ്പിനെയാണ് ഞാൻ ഈ സ്റ്റോക്ക് ബുക്കിൽ വെക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് അതിനെ ഈ ട്യൂസേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റോക്ക് ബുക്കിൽ പതുക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി ട്യൂസേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യമായ സ്ഥലത്ത് കൊണ്ട് വെക്കുക. ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. നോക്കുക, വേറൊരു സ്റ്റാമ്പ് ഞാൻ എടുക്കുകയാണ്. ആ സ്റ്റാമ്പ് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല, അതെല്ലാം ഞാൻ കവറിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അതിനെ അതിൻ്റേതായ രീതിയിൽ ഞാൻ നേരെയാക്കി എടുക്കുകയാണ്. ചരിഞ്ഞ സ്റ്റാമ്പാണ്. ട്യൂസേഴ്സ് ഉപയോഗിച്ച് ഞാൻ അതിനെ ആ പൊസിഷനിൽ ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഈ സ്റ്റാമ്പിനെ സ്റ്റോക്ക് ബുക്കിൽ സൂക്ഷിച്ച് വെക്കുക. അവിടെ ഇപ്പോൾ നമ്മളതിൻ്റെ ഓർഡർ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളതിന് നല്ല സ്റ്റാമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം അതെന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിൽ പറയുന്നുണ്ട്. ശേഷം നമ്മളിതിനെ ഇങ്ങനെ അടുക്കി ഇതിൻ്റെ അകത്ത് വെക്കുക. മൂന്നാമത്തെ ആക്സസറി ആണ് മാഗ്നിഫയർ. ഇതൊരു ചെറിയ മാഗ്നിഫയർ ആണ്. എന്നാൽ ഇതിനെക്കാട്ടി പവർഫുള്ളായിട്ടുള്ള മാഗ്നിഫയർ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റാമ്പ് ഡാമേജ്ഡാണോ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നേക്കഡ് ഐ കൊണ്ടത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കറക്റ്റ് ഡാമേജ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതുപയോഗിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, അതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിത് വെച്ച് മാഗ്നിഫൈ ചെയ്താൽ ആ എഴുതിയിരിക്കുന്ന പ്രിൻ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ആ സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട കുറേ നോളജ് നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ഐറ്റം മൗണ്ടാണ്. മൗണ്ട് എന്ന് പറയുമ്പോൾ തുടക്കക്കാർക്ക് അത് എക്സിബിഷന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് ആവശ്യമായ ഒന്നാണ് മൗണ്ട് എന്ന് പറയുക. ആ മൗണ്ടാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിനെ ഹാവിഡ് മൗണ്ട് എന്നാണ് പറയപ്പെടുക. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടും ലഭിക്കും. ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടും ലഭിക്കും. മാത്രമല്ല ബ്ലാക്ക് കളറിലും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനെ ആ കവറിൽ ഇളക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് 25 പീസസ് ഉണ്ടാവും. അതിൽ ഒരു പീസ് ഞാൻ ഇളക്കിയെടുക്കുകയാണ്. ഇതാണ് മൗണ്ട് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ അകത്താണ് നമ്മൾ എക്സിബിഷന് സ്റ്റാമ്പ് പ്രൊട്ടക്ഷനായിട്ട് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ടീസർ ഉപയോഗിച്ച് സ്റ്റാമ്പിനെ എടുത്ത് ആവശ്യമായ രീതിയിൽ ഇതിൻ്റെ അകത്ത് വയ്ക്കും. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് നമ്മളെടുക്കും. ഈ മൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്, ഇതൊരു പ്ലാസ്റ്റിക് സാധനമാണ്, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ വെള്ളം തൊട്ട് ഒട്ടിച്ചാൽ അത് ഒട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്കൊരു പ്ലാസ്റ്റിക്കിലൊരു വെള്ളം തൊട്ട് ഒട്ടിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇത് അങ്ങനെയാണ്. ഇത് ജർമ്മൻ മെയ്ഡായിട്ടുള്ള ഒരു സാധനമാണ്. ഇതൊരു കോസ്റ്റ്ലി ഐറ്റമാണ്. 1 കിലോയ്ക്ക് 4000, ഇന്നത്തെ റേഞ്ചിൽ 5000 രൂപയുടെ വില വരുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഈ മൗണ്ട് വാങ്ങി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് തായ്വാൻ പ്രൊട്ടക്ഷൻ ഷീറ്റ് എന്നാണ് പറയപ്പെടുക. ഇതിനെ നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാമ്പിനെ നമുക്ക് കടത്തി വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒട്ടത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഗം ഇവിടെ തേച്ച് ഒട്ടിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുക. ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയാണ്. ഇത് സാധാരണ ഒരു സീരിയസ് ഫിലാറ്റലിസ്റ്റ് ഒരിക്കലും ഈ സാധനം ഉപയോഗിക്കാറില്ല. നമുക്ക് തുടക്കക്കാർക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ ഈ തായ്വാൻ, ദാറ്റ് മീൻസ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആസിഡ് ഫ്രീ എന്നാണ് പറയുക. ഇതിൻ്റെ അകത്തിരുന്ന സ്റ്റാമ്പ് ചീത്തയാകില്ല. ഇതിനും ഇത്തിരി വില കൂടുതലാണ്. 1 കിലോയ്ക്ക് ഏകദേശം 1000 രൂപയോളം വിലയുണ്ട്. എങ്കിലും നമുക്ക് ഇതിൻ്റെ ചെറിയ ലോട്ടുകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ തുടക്കക്കാർക്ക് ഹാവിഡ് മൗണ്ട് വാങ്ങാൻ കഴിയാത്തവർക്ക് ഇതാണ് ഉചിതമായതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്ത ഒരു സെക്ഷൻ, എങ്ങനെ സ്റ്റാമ്പ് നമുക്ക് കളക്ട് ചെയ്യാം. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി,
ലോകത്തുള്ള എല്ലാ സ്റ്റാമ്പുകളും കളക്ട് ചെയ്യുക വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചില ഏരിയകളിൽ മാത്രം സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റാമ്പ് കളക്ടറാകാനും വേണ്ടുന്ന ആദ്യത്തെ കാര്യം. ഒന്നെങ്കിൽ 1 or 2 രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. കുട്ടികളെ സംബന്ധിച്ച് വേറൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് പൂർണ്ണമായി കളക്ട് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ ഇന്ത്യ പോസ്റ്റ് ഇറക്കുന്ന സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് 1947 മുതലുള്ള സ്റ്റാമ്പ് എങ്ങനെ കളക്ട് ചെയ്യും എന്നതാണ്. 47 മുതലുള്ള സ്റ്റാമ്പ് കുട്ടികളെ സംബന്ധിച്ച് കളക്ട് ചെയ്യുക വളരെ പ്രയാസമേറിയ കാര്യമാണ്. കാരണം അതിൽ പല സ്റ്റാമ്പുകളുടെയും വില ആയിരങ്ങളും ആണ്. ആ പല സ്റ്റാമ്പുകളുടെയും വില. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്നാൽ ഒരു വർഷം സെലക്ട് ചെയ്യുക. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ 2020 മുതലുള്ള സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം ഇന്ത്യ പോസ്റ്റ് സ്റ്റാമ്പ് ഫ്രം 2020 ഓൺവേർഡ്സ് എന്നും പറഞ്ഞ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾ വലുതായി ഒരു നല്ല നിലയിലെത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വരുമാനം ഉണ്ടാകുമ്പോൾ 47 വരെയുള്ള സ്റ്റാമ്പുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു മാർഗമായിട്ട് പറയുന്നത്. വേറൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീം വൈസ് കളക്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തീം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്ത് കളക്ട് ചെയ്യുക. എക്സാമ്പിൾ ആനിമൽസ്, മൃഗങ്ങളെ പറ്റി കളക്ട് ചെയ്യുക. ചില വ്യക്തികൾ മൃഗങ്ങളിൽ തന്നെ സ്പെസിഫിക്കേഷൻ നടത്തും. എക്സാമ്പിൾ എലിഫൻറ്റ് മാത്രം കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡോഗ് മാത്രം കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കാറ്റ് മാത്രം കളക്ട് ചെയ്യുക. അവിടെ കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ പോസ്റ്റ് ഇറക്കിയ സ്റ്റാമ്പ് മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ ഇറങ്ങിയ സ്റ്റാമ്പുകളും കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അല്ലാതെ നമ്മുടെ മാത്രം രാജ്യത്തെ സ്റ്റാമ്പ് കളക്ട് ചെയ്താൽ ഒരു എക്സിബിഷന് വെക്കുന്ന എല്ലാ ഐറ്റങ്ങളും ഉണ്ടാകണം എന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ 2 മാർഗങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന് കൺട്രി ബേസ്, അതിൽ ഇന്ത്യ പോസ്റ്റിൻ്റെ സ്റ്റാമ്പുകൾ ഒരു പ്രത്യേക കാലയളവ് മുതൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത് തീം ബേസ്, ഏതെങ്കിലും ഒരു തീം ഉപയോഗിച്ച് ഒരുപാട് തീമുകളുണ്ട്. കുറച്ച് തീം ഞാൻ പറയാം. ആനിമൽസ് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സ്പെസിഫിക്കേഷൻ നടത്താം. ഡോഗിനെ മാത്രം എടുത്ത് കളക്ട് ചെയ്യാം, കാറ്റ് മാത്രം, പൂച്ച മാത്രം കളക്ട് ചെയ്യാം, മയിലിനെ മാത്രം കളക്ട് ചെയ്യാം. അങ്ങനെ പക്ഷികളിൽ ഏതെങ്കിലും ഒരു പക്ഷിയെ നമുക്കെടുത്ത് കളക്ട് ചെയ്യാം. മൃഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഹെറിറ്റേജ്, ഇന്ത്യയുടെ ഹെറിറ്റേജിനെ പറ്റിയുള്ള സ്റ്റാമ്പുകൾ ഇന്ത്യ പോസ്റ്റ് ധാരാളം ഇറക്കുന്നുണ്ട്. അതെല്ലാം കൂടെ കളക്ട് ചെയ്യുമ്പം ഇന്ത്യൻ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു തീം ഉണ്ടാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് അച്ചടിക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെയാണ്. എല്ലാ രാജ്യങ്ങളും ധാരാളം സ്റ്റാമ്പ് അച്ചടിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ പറ്റിയാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ സ്റ്റാമ്പുകൾക്ക് ഇത്തിരി വില കൂടുതലാണ്. അപ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രയാസമാണെങ്കിലും നിലവിൽ ഇറങ്ങപ്പെടുന്ന സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള തീം എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസ് ഒരു തീമാണ്. വേറൊരു തീം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിൽ തന്നെ ചിലവർ എയർവേസ് മാത്രം കളക്ട് ചെയ്യും, ചിലവരാണെങ്കിൽ പിന്നെ റെയിൽവേ മാത്രം കളക്ട് ചെയ്യും, ചിലവരാണെങ്കിൽ ഫ്ലവേഴ്സ് കളക്ട് ചെയ്യും, ചിലർ ഫ്ലവേഴ്സ് റോസ് മാത്രം കളക്ട് ചെയ്യും, ചിലർ ഫ്ലവേഴ്സിൽ ഓർക്കിഡ് മാത്രം കളക്ട് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. സാധാരണഗതിയിൽ ഓരോരുത്തർ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കായിരിക്കും. ഉദാഹരണത്തിന് ഒരു ഫിലാറ്റലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് മുജീബുള്ള, ഈസ്റ്റേൺ റെയിൽവേയിലുള്ള മുഹമ്മദ് മുജീബുള്ള ഒരു എക്സിബിഷൻ നടത്തുകയുണ്ടായി. അദ്ദേഹം റെയിൽവേ എന്ന് പറയുന്ന തീമിൻ്റെ ബേസിലാണ് സ്റ്റാമ്പ് കളക്ട് ചെയ്തത്. അദ്ദേഹം അത് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിലാണ് അത് എക്സിബിറ്റ് ചെയ്തത്. 3 കമ്പാർട്ട്മെൻറ്റുകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ്, എല്ലാ കളക്ഷനും അതിൽ വന്നില്ല, അദ്ദേഹത്തിൻ്റെ ആ 3 കമ്പാർട്ട്മെൻറ്റിൽ എത്രമാത്രം വെക്കാൻ കഴിയുമോ അത്രയും എക്സിബിറ്റ്സുകൾ അദ്ദേഹം ഇന്ത്യ മുഴുവനും പ്രദർശിപ്പിക്കുകയുണ്ടായി. അതൊരു വേൾഡ് റെക്കോർഡായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ജീവനക്കാരനായതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ട്രെയിൻ എന്ന് പറയുന്ന ആ ഒരു
സബ്ജക്റ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നോ ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കും ഉത്തമം. എൻ്റെ പല സുഹൃത്തുക്കളുമുണ്ട്, അവർ ഡോക്ടർമാരാണ്. അവർ ഈ പറയുന്ന മെഡിക്കൽ തീമുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പാണ് അവർ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ തീമായിട്ട് അവർക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ കളക്ട് ചെയ്യുന്നത് 2 തീമാണ്. ഒന്ന് ബേർഡ്സാണ്, ബേർഡ്സിൽ ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല. പിന്നെ ഒന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് മഡോണ ആൻഡ് ചൈൽഡാണ് രണ്ടാമത് ഞാൻ കളക്ട് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഇന്ത്യ പോസ്റ്റിൻ്റെ 47 മുതലുള്ള ഇതുവരെയുള്ള സ്റ്റാമ്പ്. അപ്പോൾ നമ്മൾ സ്റ്റാമ്പ് ലോകത്തുള്ളതെല്ലാം കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ഉപയോഗിച്ച ലെറ്ററിൽ നിന്ന് സ്റ്റാമ്പ് എങ്ങനെയാണ് ഇളക്കിയെടുക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. സാധാരണഗതിയിൽ ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ പിള്ളേർ കാണിക്കുന്നത് ആ സ്റ്റാമ്പിനെ ഇങ്ങനെ വലിച്ചിളക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ വലിച്ചിളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാമ്പ് ഡാമേജായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ആ ലെറ്ററിനെ കത്രി ഉപയോഗിച്ച് ആ എൻവലപ്പോടുകൂടി, എൻവലപ്പിൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ച ഭാഗത്തോടു കൂടി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ എൻവലപ്പ് ബാക്കിൽ കാണും, ഫ്രണ്ടിൽ സ്റ്റാമ്പ് കാണും. അല്ല, ഒരിക്കലും ഇതിനെ ഇങ്ങനെ വലിച്ചിളക്കാനായിട്ട് ശ്രമിക്കരുത്. അതിനുശേഷം ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്റ്റാമ്പും ആ എൻവലപ്പുമുള്ള ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളത്തിലേക്ക് ഇടുക. ഇനി ഇതൊരു 10, 15, 20 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇരിക്കുമ്പോൾ ഇത് രണ്ടായിട്ട് ഇളകി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ശ്രമിക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിട്ട സ്റ്റാമ്പ് ഇപ്പോൾ ഇളകിയിട്ടുണ്ട്. സ്റ്റാമ്പ് വേറെ ആയിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ നമ്മുടെ കവറിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആ കവറിൻ്റെ ഭാഗം ഇളക്കി മാറ്റിയതിന് ശേഷം സ്റ്റാമ്പ് വെള്ളത്തിലിട്ട് കഴുകുക. വീണ്ടും വേറെ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തിലൂടെ നല്ലപോലെ കഴുകിയിട്ട് ബാക്കിലെ ഗമ്മെല്ലാം പോയിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഒരു ന്യൂസ് പേപ്പറിലിടുക. അതുപോലെ തന്നെ എല്ലാം ചെയ്യുക. അതിൻ്റെ ആർട്ടിക്കിൾസ് ആ ലെറ്ററിൻ്റെ എൻവലപ്പിൻ്റെ ഭാഗം മാറി നമ്മൾ സ്റ്റാമ്പ് മാത്രം എടുത്ത് നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റും. നമുക്ക് കാത്തിരിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ലെറ്റർ അയക്കുമ്പോൾ സ്റ്റാമ്പിൻ്റെ ബാക്കിലൊരു ഗമ്മുണ്ട്. ആ ഗമ്മിൽ വെള്ളം തൊട്ടതിന് ശേഷം ഒട്ടിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ ഫെവിക്കോൾ ഉപയോഗിച്ച് അത് ഒട്ടിക്കാറുണ്ട്. അങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ച് സ്റ്റാമ്പ് ഒട്ടിച്ചാൽ നമ്മളിതുപോലെ വെള്ളത്തിലിട്ടാൽ അത് ഇളകി വരത്തില്ല. ആ സ്റ്റാമ്പ് ചീത്തയായി പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളൊരു ഫിലാറ്റലിസ്റ്റ് എന്ന നിലയിൽ ഒരിക്കലും സ്റ്റാമ്പ് ഫെവിക്കോളോ അതുപോലെ ഹാർഡായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഗമ്മുകളോ ഉപയോഗിച്ച് സ്റ്റാമ്പ് ഒട്ടിക്കരുത്. അതിൻ്റെ ബാക്കിൽ തന്നെ ഗമ്മുണ്ട്. ആ ഗമ്മിൽ വെള്ളം നനച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി അത് ഒട്ടിക്കോളും. ഉണങ്ങുമ്പോഴത്തേക്ക് അത് പിടിച്ചിരുന്നോളും. അങ്ങനെയുള്ള സ്റ്റാമ്പുകൾ മാത്രമേ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ഇന്ന് വെള്ളത്തിലിടാതെ സ്റ്റാമ്പ് ഇളക്കാനുള്ള ലായനികൾ മാർക്കറ്റ് സുലഭമാണ്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഇളകി വരുന്ന സംവിധാനമൊക്കെ ഇന്നുണ്ട്. നമ്മൾ ആ ലെവലിലോട്ടൊന്നും പോകുന്നില്ല. ഒരു സാധാരണ ഒരു ലെവലിൽ ഇങ്ങനെയാണ് സ്റ്റാമ്പ് ഇളക്കിയെടുക്കുക. ഇനി ഇളക്കിയെടുത്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഉണങ്ങിയതിന് ശേഷം പറയുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ടാവും. ഏകദേശം വെള്ളമൊക്കെ ഈ പേപ്പറിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വേറെ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ ഈ സ്റ്റാമ്പ് എടുത്തിടുക. കാരണം ഈ സ്റ്റാമ്പിൽ പൂർണ്ണമായി വെള്ളം ഈ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ പിടിച്ചിരിക്കുകയാണ്, ഉണങ്ങിയിട്ടില്ല. എങ്കിലും ഏകദേശം ഒരു 75% വെള്ളവും ഈ പേപ്പർ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ഇളക്കി വേറെ ഒരു പേപ്പറിലോട്ട് ഇടുക. അപ്പം പെട്ടെന്ന് ഉണങ്ങും. നോക്കുക, ആ വെള്ളം ഒരു 75% ഇത് പിടിച്ചിട്ടുണ്ട്.
ഇനി ഇതിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഇച്ചിരിയുടെ നേരത്തെ അത് ഉണങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് സമയം എടുക്കുന്നു ഉണങ്ങി കിട്ടാൻ. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ടാമതിട്ട പേപ്പറിൽ സ്റ്റാമ്പ് ഒരു 90% ഉണങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഉണങ്ങിയിട്ടില്ല. ഒരു 90 ചെറിയൊരു നനവുണ്ട്. നനവെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു ഉണക്കം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഒരു കട്ടിയുള്ള പുസ്തകം എടുക്കുക. ബുക്ക് എടുത്തിട്ട് ഒരു പേപ്പറിൻ്റെ അകത്ത് ഒരു വെള്ള പേപ്പർ വെക്കുന്നത് ആ പുസ്തകത്തിന് ഡാമേജ് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. വെള്ള പേപ്പർ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സ്റ്റാമ്പിനെ എടുത്ത് ഈ പേപ്പറിൽ വെക്കുക. പേപ്പറിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അത് മടക്കി ബുക്കിൻ്റെ എവിടെയെങ്കിലും കയറ്റി, ചില വെയിറ്റ് വേണം, എവിടെയെങ്കിലും കയറ്റി പ്രസ് ചെയ്ത് അതിൻ്റെ പുറത്തൊരു ബുക്ക് കൂടെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇരിക്കുക. ഇനി തന്നെ അതിരുന്ന് ഉണങ്ങി നല്ല സ്റ്റിഫായിട്ട് നമുക്ക് ലഭിക്കും. നമുക്ക് സാധാരണഗതിയിൽ 2-3 മണിക്കൂർ എടുക്കും നമ്മൾ ചെയ്യാൻ. ഇവിടെ അതിനത്ര സമയമില്ലാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ കിട്ടുന്ന ആ സ്റ്റിഫ്നെസ് കിട്ടത്തില്ല, എങ്കിലും നമുക്ക് മാക്സിമം കിട്ടും. ഓക്കെ. ഇപ്പോഴേ നമ്മൾ നേരത്തെ ഈ പുസ്തകത്തിൽ വെച്ചിരുന്ന ആ സ്റ്റാമ്പ് ഇപ്പോൾ ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. സാധാരണ 1 മണിക്കൂർ കറക്റ്റ് ഉണങ്ങത്തില്ല. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ 1 മണിക്കൂർ എടുക്കുകയാണ്. നോക്കുക, നല്ല സ്റ്റിഫായിട്ട് ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റാമ്പ് വാങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുന്നോ ആ ഒരു ലെവലിൽ ആ സ്റ്റാമ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇച്ചിരിയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സ്റ്റാമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു നനവിനുണ്ട്, എങ്കിലും നമുക്കിപ്പോൾ ഇത് ആവശ്യമുള്ളൂ. ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി ഇതുള്ള ആവശ്യം. ഇങ്ങനെ ലഭ്യമായ സ്റ്റാമ്പ് പിന്നെ നമ്മൾ ട്യൂസേഴ്സേ ഉപയോഗിക്കാവും. ഈ സ്റ്റാമ്പ് നമ്മൾ നമ്മുടെ ആൽബം സ്റ്റോക്ക് ബുക്കിൽ അത് വെക്കുക. അങ്ങനെ സ്റ്റോക്ക് ബുക്കിൽ ഇങ്ങനെ നിരവധി തവണ ഇതുപോലെ നമ്മൾ ഇളക്കിയെടുത്ത് ഉണക്കിയ സ്റ്റാമ്പുകൾ സ്റ്റോക്ക് ബുക്കിലായതിനു ശേഷം നമ്മളതിനെ മറിച്ച് നോക്കുമ്പോൾ ഒരു ആൽബം സെറ്റ് ചെയ്യാനുള്ള ഒരു തീമാകും എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇത് വെച്ച് ഒരു എക്സിബിഷന് വേണ്ടി ഒരു എക്സിബിറ്റ് സെറ്റ് ചെയ്യും. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് വേറൊരു ക്ലാസ്സിൽ വേറൊരു സാറ് നിങ്ങൾക്ക്, വേറൊരു ഫിലാറ്റലിസ്റ്റ് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ വെക്കുന്ന ഈ സ്റ്റാമ്പുകൾ നമ്മൾ മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ആ ഓർഡറിൽ ഈ സ്റ്റാമ്പുകളൊക്കെ നമ്മൾ മനസ്സിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഷീറ്റിൽ, സാധാരണ A4 സൈസ് ഷീറ്റാണ് ഉപയോഗിക്കുക. A4 സൈസ് ഷീറ്റ്, A4 അറിയാം, ഇങ്ങനെ പേപ്പറുകൾ ഷീറ്റാണ് ഉപയോഗിക്കുക. അതും വൈറ്റ് ഷീറ്റാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹാഫ് വൈറ്റ് ഷീറ്റാണ് ഉപയോഗിക്കുക. ഇതിലാണ് സെറ്റ് ചെയ്യുക. പഴയ കാലത്ത് ഇതിനെ ഗ്രാഫ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. പണ്ട് നമുക്ക് ഫിലാറ്റലി ബ്യൂറോയിൽ പോയി കഴിഞ്ഞാൽ ഗ്രാഫ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ എല്ലാവരുടെയും വീട്ടിലുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ പ്രിൻ്ററുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വീട്ടിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ആൽബം ഷീറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് ഇന്ന് എല്ലാവരും A4 സൈസ് വൈറ്റ് പേപ്പറിലോ ഹാഫ് വൈറ്റ് പേപ്പറിലോ ആണ് സെറ്റ് ചെയ്യുക. അതിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അതിൻ്റെ എവിടെയൊക്കെയാണോ സ്റ്റാമ്പ് വെക്കേണ്ടത് ആ ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ആ സ്റ്റാമ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണോ അതൊക്കെ അവിടെ രേഖപ്പെടുത്തി നമ്മളിങ്ങനെ ഓർഡർ ബൈ ഓർഡർ ആയിട്ട് നമ്മളതിനെ സെറ്റ് ചെയ്യും. ഈ സെറ്റിങ്ങിനെ പറ്റിയുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു ക്ലാസ് വേറെ ഒരു ഫിലാറ്റലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇവിടെ ഒരു കാര്യം മാത്രം, ഇതിനെ എങ്ങനെയാണ് ഇവിടെ ഫിക്സ് ചെയ്യുക, ഒട്ടിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നോക്കിക്കൊള്ളുക. അതിനുവേണ്ടി നമ്മുടെ ഹാവിറ്റ് മൗണ്ട് നേരത്തെ ഞാൻ കാണിക്കുകയുണ്ടായി. ഹാവിറ്റ് മൗണ്ട് എടുക്കുക. നേരത്തെ കണ്ടു. ഇത് തന്നെ 2 തരത്തിലുണ്ട്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. വേറെ ടൈപ്പ് ഹാവിറ്റ് മൗണ്ട് ഉണ്ട്.
അത് ബ്ലാക്ക് കളറാണ്, അത് കാണിച്ചു തരാം. അത് ബ്ലാക്ക് കളറാണ്. ഒരു ഭാഗം ബ്ലാക്ക്, ഒരു ഭാഗം ട്രാൻസ്പെറൻറ്റുമാണ്. സാധാരണ ഇതിപ്പം അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഇത് പഴയ കാലത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. ഇതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് ഒരു സ്റ്റാമ്പ് വെച്ച് കട്ട് ചെയ്യുന്നത്? അതിന് കട്ടറുണ്ടാവും. കട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നൊരു സാധനമുണ്ട്. അതിന് ഇത്തിരി വിലയാണ്. അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാമ്പിനെ നമുക്ക് ഇതിലോട്ട് കടത്തി വെക്കുക. വയ്ക്കുമ്പോൾ ചെറിയൊരു ഒരു മാർജിനൊക്കെ ഇട്ടാണ് കടത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്കെയിൽ എടുത്തതിന് ശേഷം, ശകലം മാർജിൻ കൊടുത്തതിന് ശേഷം ഒരു കട്ടർ ഉപയോഗിച്ച് ഒറ്റ വലിക്ക് കട്ട് ചെയ്താൽ വേറെ ലെവലിലൊക്കെ പോവും. പതുക്കെ പോറിച്ച് കട്ട് ചെയ്യുക. ഒറ്റ വലിക്ക് കട്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പെർഫെക്ഷൻ കിട്ടത്തില്ല. പതുക്കെ താഴെ ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ കറക്റ്റ് ആവും. അങ്ങനെ പോറിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ അത് കയറി സ്റ്റാമ്പ് വരെ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ കൂടുതലാണ്. എന്ത് ചെയ്യാം, അതിനെ ഇങ്ങനെ വെച്ച് ഒരു മാർജിനൊക്കെ സെറ്റ് ചെയ്ത് അതിനെയും പോറിച്ച് താഴെ ഒരു ഗ്ലാസ് ഇടണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ടീപ്പോയൊക്കെ ചീത്തയായി പോവും. പതുക്കെ പോറിച്ച് കട്ട് ചെയ്യാം. പോറിച്ചേ കട്ട് ചെയ്യാമോ, 2-3 വര വരയ്ക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇതിന് കട്ടറൊക്കെ ഉണ്ട്. കട്ടർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. കട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, അത് കറക്റ്റ് പെർഫെക്ഷനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അത് കറക്റ്റ് പെർഫെക്ഷനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പീഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വരത്തില്ല. ഇതൊക്കെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആദ്യം സ്പീഡിൽ വരച്ച് എത്രണ്ണം വേസ്റ്റ് ആയിട്ടുണ്ടെന്നറിയാമോ. അപ്പോൾ ആ അനുഭവത്തിൽ പതുക്കെ പോറിച്ച് കട്ട് ചെയ്താൽ കറക്റ്റ് കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇത്രയും അധികം വേസ്റ്റ് വന്നതാണ് കട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഇത് തന്നെ പല സൈസുകളിൽ കിട്ടും. ഈ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 mm ഹൈറ്റ് ഉള്ളതാണ്. 44 mm, 34 mm ഹൈറ്റ് ഉണ്ട്, 32 mm ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റാമ്പിൻ്റെ ഹൈറ്റ് അനുസരിച്ചുള്ള ഇങ്ങനത്തെ മൗണ്ടുകൾ വാങ്ങുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വേസ്റ്റ് പോകത്തില്ല. കാരണം ഇതിന് തൂക്കത്തിനാണ് വില. ഇത്രയും തൂക്കമുണ്ട്, ആ തൂക്കത്തിന് ഞാൻ കാശ് കൊടുത്താണ്. അപ്പോൾ കറക്റ്റ് ആ ഹൈറ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വേസ്റ്റ് ഉണ്ടാകത്തില്ല. ആ സ്റ്റാമ്പിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് അതിൽ കയറ്റി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൽബം ഷീറ്റിലേക്ക് എക്സിബിറ്റ് തയ്യാറാക്കുമ്പോൾ ആൽബം ഷീറ്റിലേക്ക് സ്റ്റാമ്പിനെ മൗണ്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് എവിടെയും പിടിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ഇതിൻ്റെ അകത്തായിരിക്കുന്നത്. സ്റ്റാമ്പ് ചീത്തയാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ട്യൂസോസ് ഉപയോഗിക്കാത്തത് ഇവിടെ. ഇനി ഇതിൻ്റെ ബാക്കിൽ ഒരു പ്രത്യേകതരം ഗമ്മുണ്ട്. അതുകൊണ്ട് ശകലം വെള്ളം ഒന്ന് തൊട്ട് അവിടെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടും. ആ വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഒട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ പറയുന്ന മൗണ്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന തായ്വാൻ ഷീറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇത് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പിന്നെ ഇച്ചിരി കോസ്റ്റ് കുറഞ്ഞിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിൽ എന്താ ചെയ്യുക, ഡബിൾ സൈഡ് ടിഷ്യൂ സ്റ്റിക്കർ പേപ്പർ കിട്ടും. ഡബിൾ സൈഡ് ടിഷ്യൂ സ്റ്റിക്കർ അത് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒട്ടും ചെറിയ കനം, ഉള്ളിത്തൊലി പോലത്തെ കനമാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഈ 2 മാർഗ്ഗങ്ങളിൽ ഏതെങ്കിലും മാർഗ്ഗം ഉപയോഗിക്കുക. ഇങ്ങനെയാണ് സ്റ്റാമ്പ് മൗണ്ട് ചെയ്യാൻ, എക്സിബിറ്റിന് വേണ്ടി മൗണ്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. നമ്മൾ എക്സിബിറ്റിന് വേണ്ടി A4 സൈസ് പേപ്പറിൽ, ഇച്ചിരി കട്ടിയുള്ള പേപ്പർ ആയിരിക്കണം. ആ പേപ്പറിൽ നമുക്ക് ആ സ്റ്റാമ്പ് ഒട്ടിക്കാൻ ആവശ്യമായ രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ വെറുതെ ഒന്ന് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ലയൺ ഇറ്റ്സ് ലൈഫ്, അതുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് ചെയ്യാൻ പോണത്. ഈ ഒരു ഭാഗത്ത് എനിക്കൊരു 2 സ്റ്റാമ്പിൻ്റെ ഒരു പെയർ സ്റ്റാമ്പ് ഒട്ടിക്കണം. അത് ഞാൻ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെ ഞാൻ എഴുതുന്നു ഇന്ത്യൻ ലയൺ, ഏത് രാജ്യമാണ്, കൺട്രി.
ഇന്ത്യ. അതിന് താഴെ ഇവിടെ ആഫ്രിക്കയിൽ ഇറക്കിയ ഒരു ഇന്ത്യൻ ലയണിൻ്റെ സ്റ്റാമ്പാണ് ഇവിടെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും ഞാനിവിടെ പ്രിൻ്റ് ചെയ്യുകയാണ്. പ്രിൻറ്റിന് പകരം എഴുതുന്നു ഇന്ത്യൻ ലയൺ. ഇവിടെയും ഒരു രാജ്യത്തിൻ്റെത് അമേരിക്കയിൽ ഇറക്കിയ ഒരു ഇന്ത്യൻ ലയണാണ്. ഇന്ത്യൻ ലയണിൻ്റെ അപ്പോൾ അതിന് ഇടാനുള്ള സ്പേസ് ഇട്ടതിന് ശേഷം അവിടെ ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ എഴുതുന്നു. ഇവിടെയും സ്റ്റാമ്പ് വെക്കാനുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ നമ്മൾ ഒരു A4 സൈസ് പേപ്പർ, ഒന്നെങ്കിൽ വൈറ്റ്, ഇച്ചിരി കട്ടിയുള്ളതായിരിക്കണം, ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഹാഫ് വൈറ്റ്, ഇങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോൾ എഴുതാറില്ല. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ഇങ്ങനെ സ്റ്റാമ്പ് ഒട്ടിക്കുന്നതിന് ഗ്യാപ്പിട്ട് ഇങ്ങനെ എഴുതി വെക്കും. അതിനുശേഷം ഈ മൗണ്ട് ചെയ്ത ഈ സ്റ്റാമ്പിൽ ശകലം ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. കൈ ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ നമ്മൾ എവിടെയാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഒട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എവിടെയൊക്കെയാണോ ഒട്ടിക്കേണ്ടത്, എവിടെയൊക്കെയാണോ ഫിക്സ് ചെയ്യേണ്ടത്, ആ ഭാഗത്തെല്ലാം ഇതുപോലെ നമ്മൾ ക്യാപ്ഷൻസ് എഴുതി വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒട്ടിച്ച്, പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഷീറ്റ് ഉണ്ടാവും. അതായത് പേപ്പറൊക്കെ ചീത്തയാതിരിക്കാൻ വേണ്ടി, സാധാരണ സർട്ടിഫിക്കറ്റൊക്കെ ചീത്തയായിരിക്കാൻ വേണ്ടി നമ്മളിടുന്നൊരു ഷീറ്റ് ഉണ്ടാവും. ആ ഷീറ്റിൻ്റെ അകത്ത് ഇട്ട് അതാണ് എക്സിബിറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇതുവരെ പറഞ്ഞത് ഒരു സ്റ്റാമ്പ് കളക്ടർ എങ്ങനെയാണ് സ്റ്റാമ്പ് കളക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് സ്റ്റാമ്പ് ലഭിക്കുന്നത്, സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആക്സസറീസാണ് ഒരു കളക്ടർക്ക് വേണ്ടത്, അതെങ്ങനെയാണ് മൗണ്ട് ചെയ്യുന്നത്. ഒരു ആൽബം തയ്യാറാക്കുന്ന രീതിയല്ല ഞാനിവിടെ പറഞ്ഞത്. ഒരു സ്റ്റാമ്പ് ഒരു ആൽബം ഷീറ്റിൽ എങ്ങനെ മൗണ്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഇനി ഒരു എക്സിബിറ്റിന് വേണ്ടി എങ്ങനെയാണ് ഒരു എക്സിബിറ്റ് തയ്യാറാക്കുന്നത്, അത് വേറെ ഒരു വീഡിയോയിൽ വേറെ ഒരു ഫിലാറ്റലിസ്റ്റ് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.